ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊമോ കണ്ടതിന് ശേഷം എല്ലാവരുടെയും ചോദ്യം അനുമോൾക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമോ, അനുമോൾ പുറത്താകുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് എന്താണ് സംഭവം, എന്താണ് ആ പ്രൊമോയിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജയിലിൽ പോണ കള്ളനാണ് പോണത്. എനിക്ക് വേണ്ടി കള്ളൻ അനുമോളാണ്. എന്റെ അനാവശ്യം പറയരുത്, അനാവശ്യം കാണാത്ത കാര്യം പറയരുത്, കാണാത്ത കാര്യം പറയരുത്. അപ്പോൾ ഈ പുതിയൊരു പ്രൊമോയിൽ നടന്നിട്ടുള്ളത് ജയിൽ നോമിനേഷന് വേണ്ടി കുറച്ച് പേരുടെ പേര് ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ജിസയിൽ പറയുന്നത് അനുമോളുടെ പേരാണ്. അതിന് കാരണമായിട്ട് ജിസയിൽ പറയുന്നത് അനുമോൾ മേക്കപ്പ് സാധനങ്ങളും ഓരോ സാധനങ്ങളും ഒളിപ്പിച്ച് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളന്മാരാണല്ലോ ജയിലിലേക്ക് പോകേണ്ടത്, അതുകൊണ്ട് അനുമോൾ ഒരു കള്ളത്തിയാണ്, അതുകൊണ്ട് ഡ്രസ്സിന്റെ ബാക്കിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് ജിസയിൽ അനുമോൾക്കെതിരെ പറയുന്നത്. അത് കേട്ട ഉടനെ അനുമോൾ ആ ഒരു സമയത്ത് തന്നെ എണിച്ച് നിന്ന് പ്രതികരിക്കുകയാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് നീ കണ്ടോ എന്നുള്ള രീതിയിലാണ് അനുമോൾ ചോദിക്കുന്നത്. ജിസയിൽ ഇരുന്നതിന് ശേഷം ജിസയിലിന്റെ അടുത്ത് പോയിട്ട് നീ കണ്ടോ നീ നുണ പറയരുത് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. അനുമോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായി വയലന്റ് ആയ ഒരു രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ഒരു മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു എപ്പിസോഡിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം തന്നെ കുറിച്ച് പറഞ്ഞത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അനുമോൾ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ ആർക്കായാലും ഒരു ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അനുമോൾ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ജിസേലിൻ്റെ അടുത്ത് പോയി അനുമോൾ കൈ ചൂണ്ടി സംസാരിക്കുകയും കൈ തട്ടിമാറ്റവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ജിസേലിനെ അടിക്കുന്ന പോലെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് ഹൗസിൽ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി ഏത് രീതിയിൽ പുറത്ത് വരും, ഇനി ഇതിന് അനുമോൾക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. മിക്കവാറും ലാലേട്ടൻ വന്നാൽ അതിനെക്കുറിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് അനുമോളിന് എന്തായാലും കൊടുക്കുന്നതായിരിക്കും. കാരണം ഇനിയുള്ള എപ്പിസോഡ്സിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് ഒരു കണ്ടസ്റ്റൻസും വേറൊരാളെ ഇതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ലാലേട്ടൻ കൊടുക്കുകയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വഴക്ക്, അനുമോളുടെയും ജിസേലിൻ്റെയും വഴക്ക് 2-3 ദിവസമായി തുടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ജിസയിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു ഡ്രസ്സ് അല്ലാതെ വേറെ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അനുമോൾ പ്രതികരിക്കുകയും ആ ഒരു പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജിസയിൽ പറയുന്നുണ്ടായിരുന്നു നിനക്ക് പൊക്കമില്ല, ഞങ്ങളെ പോലെ നിനക്ക് പൊക്കമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊക്കത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ തക്കതായ മറുപടി കൊടുക്കും. അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഇതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനുമോള് ഒന്നും പറയാതെ തന്നെ ജിസയിൽ വന്ന് പറയുകയാണ് നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു അല്ല അവൾ ബീട്രൂട്ടാണ് യൂസ് ചെയ്തത്, അന്ന് യൂസ് ചെയ്തത്. അതൊന്നും വക വെക്കാണ്ട് ജിസയിൽ അനുമോൾക്കെതിരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട ഉടനെ അനുമോള് ജിസയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു നീ യൂസ് ചെയ്ത ഫൗണ്ടേഷനാണിത്, നീ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിസയിൽ അത് സമ്മതിക്കുന്നതേ ഇല്ല. ആ ഒരു ടിഷ്യൂ പേപ്പർ കണ്ട എല്ലാവർക്കും അറിയാം അതൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തതാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പലരും അത് മനസ്സിലാക്കിയിട്ട് പോലും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നെവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജിസയിൽ പറയാത്തതിന് മുമ്പ് തന്നെ ജിസയിൽ പറഞ്ഞിട്ടില്ല അത് പൊട്ടാറ്റോ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് പറയില്ല. ജിസയിൽ പറയുന്നതിന് മുമ്പ് തന്നെ നെവിൻ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാണ്. ഇല്ല ജിസയിൽ ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്തത്, പൊട്ടാറ്റോ ഫേസ് പാക്കാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് നെവിൻ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചോ പറഞ്ഞാൽ ജിസയിലിനെ എന്ത് ചെയ്യാനാണ്, ഇതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി, ഈ ഒരു ആർഗ്യുമെന്റ്സിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ അങ്ങനെ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് പേര് ഈ ഒരു സംഭവം അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ പേടിയാണ്, പിന്നെ ഈ ആണുങ്ങളൊക്കെ ജിസേലിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് ജിസേലിനെ ഒന്നും പറയാത്തത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം അത് കൂടാണ്ട് അനുമോള് ജിസേലിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവം ഡ്രോ എല്ലാം പരിശോധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെതിരെയും ഒന്ന് ജിസേൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സാധനത്തിൽ തൊടരുത് പറഞ്ഞിട്ട് ജിസേൽ പറയുന്നുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഇന്നലത്തെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് ആര്യൻ്റെ ഒരു ഫേസ്
വാഷോ ഫേസ് ക്രീമോ എന്തോ ആണ് അത് ജിസേൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അനുമോൾ ഇട്ടിട്ട് വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ജിസേൽ യൂസ് ചെയ്തതാണ്. അതേപോലെ ആര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് നിൻ്റെ അല്ലേ, നീ എന്തിനു കൊടുത്തു എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കൊടുത്തതല്ല ജിസേൽ എടുത്തതാണെന്നും പറയുന്നുണ്ട്. ഇനി ജിസേലിൻ്റെ അടുത്ത് എൻ്റെ സാധനം എൻ്റെ അടുത്ത് ചോദിക്കാതെ എടുക്കരുത് എന്നും ആര്യം പോയി പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ ഇതിന് അനുമോൾക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുമോ അതോ ജിസേലിനും അനുമോൾക്ക് ഒരുമിച്ച് കിട്ടുമോ എന്നുള്ളതൊക്കെ വഴിയെ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ.